എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന് എന്തോന്ന്? ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ്. പോടാ. ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കൂല. കണ്ട് സത്യം സത്യം. നാണം കെട്ടും പണം നേടുകയിൽ നാണക്കേട പണം മാറ്റിടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ല് പോലെ തന്നെ ഒരു നാണം കെട്ട് ഒരുമ്പിട്ട് പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൻ കയ്യിലൊരു സാധനത്തിനെ എഴുന്നള്ളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ പേരാണ്ട് തുമ്പിന്നോ. എടാ, ഇതിനെ കണ്ടിട്ട് ആർക്കാരും തുമ്പിയാണെന്ന് തോന്നുമോ? ഇത് വെറും ഉണക്കച്ചുള്ളി. അതിനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന നേരത്തെ നിനക്ക് വല്ല ജേഴ്സി പശുവിനെ കയറെ പിടിച്ചിരുന്നെങ്കിൽ നിനക്ക് നാട്ടിലൊരു കർഷകനാണെന്നുള്ള വിലയും നിലയും കിട്ടത്തില്ലായിരുന്നോ? നാണം കെട്ടവൻ. സൗന്ദര്യദേവതയാണെങ്കിലോ എട്ടായി വിളിക്കുന്നിടത്തോട്ടെല്ലാം അങ്ങ് പോവുക. ബൈക്കിലോട്ട് അങ്ങ് കയറി അങ്ങ് കവച്ചങ്ങിരിക്കും. എന്നിട്ട് കാട്ടിലും തോട്ടിലും ബീച്ചിലും പാർക്കിലോട്ടും എല്ലാം അങ്ങ് പോവും. ഈ പോകുന്ന വഴിക്കുണ്ടല്ലോ, ഈ മറയ്ക്കേണ്ട വകകളൊക്കെ അങ്ങ് ഇച്ചിരിച്ചിരി അല്പാൽപ്പം കാണിക്കും. ഈ കോഴിക്കൊക്കെ തീറ്റി ഇങ്ങനെ കാണിച്ച് അതിനെ പിടിക്കുന്ന പോലെ പൂവാലന്മാരെ ഇങ്ങനെ കാണിക്കുക. പിള്ളേരുടെ ശ്രദ്ധ തെറ്റിക്കുന്ന വകകളൊക്കെ മറച്ചു വെക്കണ്ടേ ഇതിനു വേണ്ടി? ഒത്തിരി പേര് രാപ്പോലില്ലാതെ പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ യുഗങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പൈസയ്ക്ക് ഇവളിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ താറ് മേടിച്ചു, ആ ലക്ഷങ്ങളുണ്ടാക്കി, അയ്യോ മിടുക്കി, വലിയ മിടുക്കി നടക്കുന്നു. ഇവൻ ഇവളെയും കൊണ്ട് ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം നാട്ടുകാരെല്ലാം ഓർത്തു ഇവർ കാമുകന്മാരോ ഭാര്യാഭർത്താക്കന്മാരോ ഒക്കെ ആണെന്ന്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വാഭാവികം. അവരും അങ്ങനല്ലേ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയാണല്ലോ ഇതുങ്ങളുടെ കയ്യിലിരിപ്പും പരിപാടിയും. അന്നേരം അതിലും മൂത്ത ഞരമ്പ് രോഗികൾ എന്ന് കിള്ളിക്കിഴിച്ച് ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്നാന്ന് പറഞ്ഞു കൊടുക്കടാ അങ്ങോട്ട്. ഒന്നുകൂടി നിങ്ങളുടെ രണ്ടിൻ്റെയും റിലേഷൻ ഒന്ന് പറഞ്ഞേക്കാമോ? അതെ, ഞങ്ങൾ കസിൻസാണ്, ബ്രദേഴ്സും സിസ്റ്ററുമാണ്. എങ്ങനെ മാമൻ അങ്ങനെയാണോ? അങ്ങനെയാണോ? അങ്ങനെ ചേച്ചിയുടെ മോളാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ആഹാ, അതെന്നാടാ അത് പറയാനായിട്ട് നിനക്കൊരു വിമ്മിഷ്ടം, ഒരു വിക്കൊക്കെ? ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഇവനുണ്ടല്ലോ, ഇവൻ്റെ ചേച്ചിയുടെ മകളാണ് ആ നിൽക്കുന്ന ആ വീട്ടിൽ. അമ്മാവനായാലും ഇങ്ങനെ വേണം, നല്ല ധാർമ്മിക ബോധമുള്ള അമ്മാവൻ. നിന്നെ ഞാൻ സമ്മതിച്ചു പോയി കേട്ടോ. അമ്മാവൻ ഇങ്ങനെ പോയാലുണ്ടല്ലോ മിക്കവാറും നമ്മുടെ ബലരാമേട്ടനെ കടത്തി വെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബലരാമേട്ടൻ സൂക്ഷിച്ചോ, നല്ലൊരു എതിരാളിയാ വരുന്നത്. കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂട്ടിക്കൊടുക്കാം. അല്ല, ഇതാര് ലാബിലെ അസ്ഥികൂടം ഷെമ്മിക്കൂടും വലിച്ചു കയറ്റി നേരിട്ടിങ് എഴുന്നള്ളിയോ? അയ്യോ, കണ്ടേച്ചാ മതി, സൗന്ദര്യം അങ്ങ് കൂടി. ഇതെന്നാ കോലമായത്? ശ്മശാനത്തിൽ നിന്നെങ്ങാണ്ട് പട്ടണി കിടന്ന് ചത്ത ഏതോ ഒരു മനുഷ്യന്റെ തോലും എടുത്തോണ്ട് വരുവാണെന്ന് തോന്നുന്നു. ഇത് ആരാണ്ട് പെട്ടെന്ന് വിളിക്കുമ്പം ഈ തുണി എടുക്കാൻ നേരം ഇല്ലാഞ്ഞിട്ടേ ഈ ഫ്ലെക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന മെഷീനില്ലേ, അതിനകത്തോട്ട് പെട്ടെന്ന് പോയി ഓടിക്കേറി തുണിയുടെ പടം പ്രിന്റ് അടിച്ചിങ്ങ് ഇറങ്ങിപ്പോരുന്നു. അതാണെന്നാ തോന്നുന്നേ. ധൃതിയിൽ ഇറങ്ങി ഓടിയോണ്ടാണെന്ന് തോന്നുന്നു. പുറവശോട്ട് പ്രിന്റ് ആയിട്ടുമില്ല. ഇതിനെ കണ്ടപ്പോൾ ഒരു കാര്യം ബോധ്യമായത്, ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സാധനമാണ് തീട്ടം. രണ്ടാമത് കാർക്കിച്ചൂപ്പല്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ വരവോടുകൂടി പിന്തള്ളപ്പെട്ടു. ഇനി അതിനൊക്കെ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഒക്കെ കാണുള്ളൂ. ഫസ്റ്റ് ഉണ്ടല്ലോ ഇതിന് ഈ വീട്ടിലിന്. അതല്ല എൻ്റെ വേറൊരു സംശയം, ഈ അമ്മാവൻ ഈ പെങ്ങളുടെ മോളെയൊക്കെ ഇവിടെ കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഈ പാണ്ഡിതരുടെ പെങ്ങളുടെ മോളല്ലേ മീന, അമ്മാവും മരുമോളെ കല്യാണം കഴിക്കൂ? എടാ, തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ്, ചേച്ചിയുടെ മോള് മുറപ്പെണ്ണ. ഇത്ര നാള് ഈ കെട്ടിയവനായിട്ട് നടന്നവൻ അങ്ങനെ അമ്മാവനായെന്ന് എനിക്ക് അറിയത്തില്ലാത്ത. നമുക്കതൊന്ന് കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു നോക്കാം. അവനെ ഞാൻ കണ്ടുപിടിച്ചു. ഇത് മോർഫിംഗാ, ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. അയാൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മോർഫിംഗ് നടത്തിയിട്ട് വരിക. ശരിയാണോടാ? സത്യം.